ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിലെ 7ാമത്തെ ക്ലാസ്സാണ്. അതിൽ വാട്ട് മീറ്ററിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ദി എൻഡ് ഓഫ് ദിസ് ലെസൺ യു ഷാൽ ബി ഏബിൾ ടു സ്റ്റേറ്റ് ദി അഡ്വാൻറ്റേജ് ഓഫ് മെഷറിംഗ് പവർ ഡയറക്റ്റായിട്ട് പവർ മെഷർ ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, അല്ലാതെ ഇൻഡയറക്റ്റായിട്ട് പവർ മെഷർ ചെയ്യാന്നുള്ളത് നമുക്കറിയാം. പിന്നെ സ്റ്റേറ്റ് ദി ടൈപ്സ് ഓഫ് സിംഗിൾ ഫേസ് വാട്ട് മീറ്ററിൻ്റെ ടൈപ്പുകൾ ഏതൊക്കെയാണ്. എക്സ്പ്ലെയിൻ ദി കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് ദി ഇൻഡക്ഷൻ ടൈപ്പ് സിംഗിൾ ഫേസ് വാട്ട് മീറ്ററിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും എക്സ്പ്ലെയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഡിസ്ക്രൈബ് ദി വാരിയസ് ടൈപ്സ് ഓഫ് 3 ഫേസ് വാട്ട് മീറ്റർ ദെയർ കണക്ഷൻ. ഏതൊക്കെ 3 ഫേസ് വാട്ട് മീറ്റർ ഉണ്ട്, അതിൻ്റെ കണക്ഷനും ചെറിയ തോതിലൊന്ന് പറയാം. ഇത്രയാണ് ഇന്നത്തെ ഒബ്ജക്റ്റീവ്സ്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അതുതന്നെ അഡ്വാൻറ്റേജസ് ഓഫ് മെഷറിംഗ് പവർ പവർ ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജാണ് നമ്മൾ പറയുന്നത്. നമുക്കറിയാം മെഷർമെൻറ്റ് പിന്നെ പവർ നമ്മളെന്താണ് സിംഗിൾ ഫേസ് AC പവർ മെഷർ ചെയ്യാൻ ഡയറക്റ്റായിട്ടുള്ള അല്ലാത്തൊരു മെത്തേഡ് അല്ലേ, V/I/cos φ എന്നുള്ളതാണ് നമുക്ക് പവർ കാണാനുള്ള അല്ലേ, സിംഗിൾ ഫേസ് സർക്യൂട്ടിലെ പവർ കാണാനുള്ള ഇക്വേഷൻ V/I അല്ലെങ്കിൽ E/I/cos φ, V അല്ലെങ്കിൽ E cos φ എന്നുള്ളതാണ്. ഈ കാണാൻ വോൾട്ട് മീറ്റർ, അതുപോലെ തന്നെ അമ്മീറ്റർ, പിന്നെ ഒരു പവർ ഫാക്ടർ മീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡയറക്റ്റായിട്ട് പവർ കാണാൻ പറ്റും. അപ്പോൾ ഈ ഇൻഡയറക്റ്റായിട്ട് പവർ കാണുന്നതിനേക്കാൾ ഡയറക്റ്റായിട്ട് വാട്ട് മീറ്റർ ഉപയോഗിച്ച് പവർ കാണുമ്പോഴുള്ള അഡ്വാൻറ്റേജാണ് നമ്മൾ പറയുന്നത്. ഈ 3 ഫേസിലാണെങ്കിൽ അല്ലേ, 3 ഫേസ് ബാലൻസ്ഡ് സർക്യൂട്ടിലാണെങ്കിൽ നമുക്ക് അമ്മീറ്ററും വോൾട്ട് മീറ്ററും അതുപോലെ തന്നെ പവർ ഫാക്ടർ മീറ്ററും ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, താഴെ പറയുന്ന ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. ബാലൻസ്ഡ് 3 ഫേസ് സർക്യൂട്ടിൽ 3 EPH IPH cos φ ഫേസ് കറണ്ട് ഫേസ് വോൾട്ടേജ് cos φ, അതിനെ 3 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സിംഗിൾ ഫേസിൽ EP/IP cos φ എന്ന് പറഞ്ഞതുപോലെ അതിനെ 3 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ബാലൻസ്ഡ് സർക്യൂട്ടാണെങ്കിൽ 3 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, 3 ഫേസ് പവർ കാണാൻ പറ്റും. അല്ലെങ്കിൽ √3 ആണെങ്കിൽ ലൈൻ വോൾട്ടേജ് ലൈൻ കറണ്ട് cos φ കണ്ടാലും മതി. അപ്പോൾ ഇങ്ങനെ ഈ ഇക്വേഷനൊക്കെ നമ്മൾ AC സർക്യൂട്ടിൽ പഠിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, വോൾട്ട് മീറ്ററും അമ്മീറ്ററും പവർ ഫാക്ടർ മീറ്ററും ഉപയോഗിച്ചിട്ട് നമുക്ക് ഡയറക്റ്റായിട്ടില്ല ഇൻഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പവർ കാണാൻ പറ്റും. പക്ഷേ ഈ ഡയറക്റ്റായിട്ട് അല്ലേ AC സർക്യൂട്ടിൽ പിന്നെ ഈ ഇൻഡയറക്റ്റായിട്ട് പവർ മെഷർ ചെയ്താലുള്ള ഡിസ്അഡ്വാൻറ്റേജാണ് നമ്മൾ പറയുന്നത്. ലോ ആക്യുറസി ആയിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് മീറ്റർ കൂടുതലാണ്, മീറ്ററുകളുടെ എണ്ണം കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ആക്യുറസി കുറയും. അതുപോലെ തന്നെ റീഡിങ് എറർ കൂടും. കാരണം എന്താ വെച്ചാൽ നമ്പർ ഓഫ് മീറ്റർ റീഡിങ് കുറേ നമ്പർ മീറ്റർ റീഡിങ് എടുക്കേണ്ടത് കൊണ്ട് തന്നെ റീഡിങ് എറർ കൂടും. അതുപോലെ തന്നെ ഇൻവോൾവ്സ് കാൽക്കുലേഷൻ എവറി ടൈം, എല്ലാ സമയത്തും നമ്മൾ എന്ത് ചെയ്യും, കാൽക്കുലേഷനുകൾ ചെയ്തുകൊണ്ട് വരും. കാരണം എന്താണ്, ലോഡ് ചേഞ്ച് ചെയ്യണ സമയത്ത് എന്ത് ചെയ്യണം, ആ സമയത്തൊക്കെ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യണം. അതുകൊണ്ട് തന്നെ നോട്ട് സ്യൂട്ടബിൾ ഫോർ ചേഞ്ചിങ് ലോഡിൽ ഇത് സ്യൂട്ടബിൾ അല്ല ഇൻഡയറക്റ്റ് ആയിട്ട് പവർ മെഷർമെൻറ്റ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് പവർ റീഡിങ് നേരിട്ട് കിട്ടാനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് വാട്ട് മീറ്റർ ഉപയോഗിച്ചിട്ടാണ് ഡയറക്റ്റായിട്ട് നമ്മൾ പവർ മെഷർ ചെയ്യുക. ദി പവർ ഡിസിപ്പേറ്റഡ് ഇൻ ദ സർക്യൂട്ട് ക്യാൻ ബി റീഡ് ഡയറക്ട്ലി ഫ്രം ദ സ്കെയിൽ ഓഫ് ദ മീറ്റർ. ഇതിലുള്ള മീറ്ററിലെ സ്കെയിൽ നോക്കിയിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പവർ മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ ദി വാട്ട് മീറ്റർ ടേക്സ് ദി പവർ ഫാക്ടർ ഓഫ് ദ സർക്യൂട്ട് ഇൻ ടു അക്കൗണ്ട് ആൻഡ് ആൾവേസ് ഇൻഡിക്കേറ്റ്സ് ദി ട്രൂ പവർ. ഇത് നമ്മൾ മുമ്പേ പറഞ്ഞൊരു കാര്യമാണ്, എല്ലാവരും ഓർത്ത് വെക്കുകയും വേണം. എന്താണ്, വാട്ട് മീറ്ററിൽ എന്ത് ചെയ്യും, പവർ ഫാക്ടറും കൂടി എടുത്തിട്ടുള്ളത് എന്താണ്, ട്രൂ പവർ ആയിരിക്കും നമുക്ക് കാണിക്കുക. വോൾട്ട് മീറ്ററിലും അമ്മീറ്ററിലും ആണെങ്കിൽ അപ്പാരൻറ്റ് പവർ ആയിരിക്കും. എന്നാൽ വാട്ട് മീറ്ററിൽ കാണിക്കുന്നതാണ് പവർ ഫാക്ടറും കൂടിയുള്ള എന്താണ്, ട്രൂ പവർ ആയിരിക്കും കാണിക്കുക. അത് ഓർത്ത് വെക്കുക. ടൈപ്സ് ഓഫ് വാട്ട് മീറ്റർ ആണ്. There are 3 types of watt meter in use as stated below. 3 ടൈപ്പ് വാട്ട് മീറ്റർ ഉണ്ട്. ഒന്നാമത്തത് ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ ആണ്. ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ എങ്ങനെയാണ് വാട്ട് മീറ്റർ ആക്കി മാറ്റുക എന്നുള്ളതും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ രണ്ടാമത്തത് ഇൻഡക്ഷൻ വാട്ട് മീറ്റർ ആണ്. പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് വാട്ട് മീറ്റർ. ഈ 3 വാട്ട് മീറ്ററിലും ഇലക്ട്രോസ്റ്റാറ്റിക് വാട്ട് മീറ്റർ യൂസ് ചെയ്യൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള 2 മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ. ഡൈനാമോമീറ്റർ വാട്ട് മീറ്ററിനും ഇൻഡക്ഷൻ വാട്ട് മീറ്ററിനും മാത്രമേ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ. അതിൽ തന്നെ ഡൈനാമോമീറ്റർ ടൈപ്പിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ
ഡൈനാമോമീറ്റർ ടൈപ്പ് സിംഗിൾ ഫേസ് വാട്ട് മീറ്റർ ആണ്. ഈ ടൈപ്പിൽ എന്താണ് ദിസ് ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് ആർ കോമൺലി യൂസ്ഡ് ആസ് വാട്ട് മീറ്റർ. ഈ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ് അത് ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് വോൾട്ട് മീറ്ററും അമ്മീറ്ററും ആണെങ്കിൽ യൂണിഫോം സ്കെയിലായിരിക്കില്ല. വാട്ട് മീറ്റർ ആകുമ്പോൾ യൂണിഫോം സ്കെയിലായിരിക്കും. അതുകൊണ്ട് ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്ററാണ് ഇൻസ്ട്രുമെൻറ്റ് എന്താണ് വാട്ട് മീറ്റർ ആയിട്ടാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ വാട്ട് മീറ്റർ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അന്ന് തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് ഡൈനാമോമീറ്റർ ഇസ് കോമൺലി യൂസ്ഡ് ആസ് വാട്ട് മീറ്റർ ടു മെഷർ പവർ ഇൻ ബോത്ത് AC ആൻഡ് DC സർക്യൂട്ട്. AC-യിലും DC-യിലുള്ള പവർ കാണാൻ ഈ വാട്ട് മീറ്റർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിനാണെങ്കിൽ യൂണിഫോം സ്കെയിലുമാണ്. ഇത് കണക്ട് ചെയ്യുമ്പോൾ ഇത് പിന്നെ വാട്ട് മീറ്റർ ആയിട്ട് നമ്മൾ ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഫിക്സഡ് കോയിൽ രണ്ട് ഭാഗത്തും കൊടുക്കുന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഫിക്സഡ് കോയിൽ കറണ്ട് കോയിലായിട്ടും അതുപോലെ തന്നെ മൂവിങ് കോയിൽ, ഇതാണ് മൂവിങ് കോയിൽ. ഇത് രണ്ടും ഫിക്സഡ് കോയിലാണ്. ആ ഫിക്സഡ് കോയിൽ കറണ്ട് കോയിലായിട്ടും എന്നാൽ മൂവിങ് കോയിൽ ഒരു മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ ഹൈ വാല്യൂ റെസിസ്റ്റൻസ് പിന്നെ കൊടുക്കുന്നതിന് സീരീസ് ആയിട്ട് കൊടുക്കുന്നതിനാണ് നമ്മൾ മൾട്ടിപ്ലയർ എന്ന് പറയുക. അതിന് സീരീസ് ആയിട്ട് ഒരു മൾട്ടിപ്ലയർ കൊടുത്തിട്ട് അതാണ് നമ്മൾ പ്രഷർ കോയിലായിട്ട് അല്ലെങ്കിൽ വോൾട്ടേജ് കോയിലായിട്ട് നമ്മൾ കണക്ട് ചെയ്യുക. അപ്പോൾ ഇത് അമ്മീറ്ററിൻ്റെ ഫംഗ്ഷനും ഇത് വോൾട്ട് മീറ്ററിൻ്റെ ഫംഗ്ഷനും. അപ്പോൾ VI എന്നുള്ള ഇത് നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഇതിലെ കണക്ഷൻ. ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ് വാട്ട് മീറ്റർ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മളുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ഇനി നമുക്ക് ഇത് പിന്നെ നമ്മൾ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മളതിൻ്റെ സിമ്പിൾ വരക്കലും. എമ്മും എല്ലും അത് കറണ്ട് കോയിലാണ്. പിന്നെ CV എന്നാണ് ഉണ്ടാവുക. ഇവിടെ V+ അല്ല, C എന്ന് വരും കോമൺ. ഇവിടെ V എന്നും വരും. അപ്പോൾ എന്താണ് ഇങ്ങനെ ഉണ്ടാകുക എമ്മും എല്ലും എന്താണ് ലോഡിലേക്ക് സീരീസ് ആയിട്ടാണ് കൊടുക്കുക. ഇത് പാരലായിട്ട് ഒരു റെസിസ്റ്റൻസ് ഇവിടെ വരക്കണമെന്നില്ല. അത് കൂടുതൽ ചുറ്റുകൾ വരച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ ഉണ്ടാകുക. ML CV. ഇത് ലൈൻ പിന്നെ എമ്മിലേക്ക് കൊടുക്കും, എമ്മും സിയും കൂടി ഷോർട്ടാക്കും. എന്നിട്ട് എന്ത് ചെയ്യും ലൈനിൽ ലോഡിലേക്ക് കൊടുക്കും. പിന്നെ എന്താണ് V ന്യൂട്രലിലേക്കും കൊടുക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ ഉണ്ടാവുക. അപ്പോൾ ഇനി എന്താണ് നമ്മൾ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇനി ഇൻഡക്ഷൻ ടൈപ്പ് വാട്ട് മീറ്ററിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ഇൻഡക്ഷൻ ടൈപ്പ് വാട്ട് മീറ്റർ AC-യിൽ മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതാണ് പ്രത്യേകത. AC-യിൽ മാത്രമേ ഇൻഡക്ഷൻ ഉണ്ടാവുള്ളൂ എന്നുള്ളത് നമ്മൾ പഠിച്ചിരുന്നു. DC-യിലാണെങ്കിൽ ഇൻഡക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ എന്താണ് ഇൻഡക്ഷൻ ടൈപ്പ് വാട്ട് മീറ്റർ ഉപയോഗിക്കുക AC-യിൽ മാത്രമാണ്. എന്നാൽ ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞു AC-യിലും DC-യിലും നമ്മൾ ഉപയോഗിക്കും. പിന്നെ ഇൻഡക്ഷൻ ടൈപ്പ് വാട്ട് മീറ്റർ ആർ യൂസ്ഫുൾ ഓൺലി വെൻ ദ സപ്ലൈ വോൾട്ടേജ് ആൻഡ് ഫ്രീക്വൻസി ആർ ആൾമോസ്റ്റ് കോൺസ്റ്റൻറ്റ്. സപ്ലൈ വോൾട്ടേജും ഫ്രീക്വൻസിയും ഏകദേശം കോൺസ്റ്റൻ്റ് ഉള്ള സർക്യൂട്ട് മാത്രമേ ഇൻഡക്ഷൻ ടൈപ്പ് വാട്ട് മീറ്റർ നമ്മൾ ഉപയോഗിക്കുള്ളൂ. അതിൻ്റെ കൺസ്ട്രക്ഷൻ നമുക്ക് നോക്കാം. ഇൻഡക്ഷൻ വാട്ട് മീറ്റർ ഹാവിങ് 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റിക് കോർ. 2 ടൈപ്പ് മാഗ്നറ്റിക് കോറിൽ നമ്മൾ എന്താണ് ഇൻഡക്ഷൻ വാട്ട് മീറ്റർ ഉണ്ടാക്കും. ആ രണ്ടെണ്ണമാണ് ഇവിടെ കാണിച്ചത്. ഇവിടെ നോക്കുക, ഇതാണ് ഒരു ടൈപ്പ്. ഇത് രണ്ടാമത്തെ ടൈപ്പാണ്. ഇതൊരു എന്താണ് പ്രഷർ കോയിൽ. ഇതിൽ പ്രഷർ കോയിൽ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കോയിൽ ഇവിടെയാണ് കണക്ട് ചെയ്യുക. ഇവിടെയാണെങ്കിൽ കറണ്ട് കോയിലും. ഇവിടെയും പ്രഷർ കോയിലും കറണ്ട് കോയിലാണ്. ഇത് നമ്മളുടെ വ്യത്യാസം നമുക്ക് നോക്കാം അല്ലേ. ബോത്ത് ടൈപ്പ് ഹാവ് 1 പ്രഷർ കോയിൽ മാഗ്നറ്റ് ആൻഡ് 1 കറണ്ട് കോയിൽ മാഗ്നറ്റ്. ഇവിടെ ഒരു മാഗ്നറ്റ് ഉണ്ട്, അത് പ്രഷർ കോയിൽ മാഗ്നറ്റും ഇത് കറണ്ട് കോയിൽ മാഗ്നറ്റുമാണ്. ഇവിടെയുള്ള വ്യത്യാസം എന്താണ്? ഇവിടെ അലൂമിനിയം ഡിസ്ക് ഉണ്ട്, കറണ്ട് കോയിലുണ്ട്, ഒക്കെ ശരിയാണ്. ഇവിടെ നോക്കുക, ഇവിടെ ഒരു ഷെയ്ഡിങ് റിങ് ഉണ്ട് അല്ലേ. ഷെയ്ഡിങ് റിങ് ഇവിടെയാണ് കൊടുത്തത്. എന്നാൽ ഇവിടെ നോക്കുക, ഷെയ്ഡിങ് റിങ്ങിനായിട്ട് ഇവിടെയാണ് ഷെയ്ഡിങ് റിങ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കറണ്ട് കോയിൽ കൊടുത്ത് ഇവിടെ ഈ 2 എൻഡിലാണ്. എന്നാൽ ഇവിടെ സെൻട്രൽ ലിമ്പിലാണ് കറണ്ട് കോയിൽ കൊടുത്തത്. കറണ്ട് കോയിൽ സെൻട്രൽ ലിമ്പിലാണ് ഇവിടെ കൊടുത്തത്. ബാക്കിയുള്ളതൊക്കെ സെയിം തന്നെയാണ്. പിന്നെ പ്രഷർ കോയിൽ ഇതിൻ്റെ 2 സൈഡിലായിട്ടാണ് കൊടുത്തത്. എന്നാൽ പ്രഷർ കോയിൽ ഇവിടെയാണ് ഇതിൽ കൊടുത്തത്. അതുപോലെ തന്നെ കറണ്ട് കോയിലിൻ്റെ 2 ഭാഗത്താണ് ഇവിടെ സെൻട്രലാണ് കൊടുത്തത്. അത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ 2 ടൈപ്പ് ഉണ്ട്. അപ്പോൾ എന്താണ് ഇതിന് രണ്ടിലും എന്തുണ്ട്? ഒരു പ്രഷർ കോയിൽ മാഗ്നറ്റും ഉണ്ട്, ഒരു കറണ്ട് കോയിൽ മാഗ്നറ്റും ഉണ്ട്. പ്രഷർ കോയിൽ ക്യാരീസ് എ കറണ്ട് പ്രൊപ്പോർഷണൽ ടു ദ വോൾട്ടേജ്. പ്രഷർ കോയിൽ ഇതിൽ എന്താണ് വോൾട്ടേജ് ഉള്ളതിനനുസരിച്ചുള്ളൊരു കറണ്ട് ഇതിലൊഴുകുള്ളൂ. എന്നാൽ കറണ്ട് കോയിൽ ക്യാരീസ് ലോഡ് കറണ്ട്. കറണ്ട് കോയിൽ എന്ത് ചെയ്യും? ലോഡ് കറണ്ട് ഒഴുകും. അതുകൊണ്ട് തന്നെ ഇത് കട്ടി കൂടിയ ചുറ്റുകൾ കുറഞ്ഞതായിരിക്കും. ഇത് കട്ടി കുറഞ്ഞ ചുറ്റുകൾ കൂടിയ രീതിയിലായിരിക്കും പ്രഷർ കോയിൽ ഉണ്ടാക്കിയത്. ഇനി എന്താണ്? ഒരു തിൻ അലൂമിനിയം ഡിസ്ക് മൗണ്ടഡ് ഓൺ എ സ്പിൻഡിൽ. ഈ സ്പിൻഡിൽ ഒരു തിൻ അലൂമിനിയം ഡിസ്ക് രണ്ടിലാണെങ്കിലും തിൻ അലൂമിനിയം ഡിസ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ
പിന്നെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്നത് സ്പ്രിംഗ് ആണ്. സ്പ്രിംഗ് കൺട്രോളാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്നത്. രണ്ട് ഭാഗത്തും സ്പ്രിംഗ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പിൻഡിൽ ക്യാരീസ് വെയ്റ്റ്ലെസ് പോയിൻ്റർ അറ്റ് വൺ എൻഡ്. ഒരു എൻഡിൽ എന്താണ് വെയ്റ്റ്ലെസ് ആയിട്ടുള്ള പോയിൻ്ററും കൊടുത്തിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. നമ്മൾ ആൾട്ടർനേറ്റിംഗ് കറണ്ട് കൊടുത്താൽ ആൾട്ടർനേറ്റീവ് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. എവിടെയൊക്കെ? പ്രഷർ കോയിലും അതുപോലെ തന്നെ കറണ്ട് കോയിലും ഉണ്ടാവും. അത് എന്തിനെ കട്ട് ചെയ്യും? അലൂമിനിയം ഡിസ്കിനെ കട്ട് ചെയ്യും. ഈ രണ്ട് കോയിലുണ്ടാകുന്ന ആൾട്ടർനേറ്റീവ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്തിനെ കട്ട് ചെയ്യും? അലൂമിനിയം ഡിസ്കിനെ കട്ട് ചെയ്യും. അവിടെ ഒരു എഡ്ഡി കറണ്ട്, ഈ ഡിസ്കിൽ ഒരു എഡ്ഡി കറണ്ട് ഉണ്ടാവും. ആ എഡ്ഡി കറണ്ട് എന്താണ്? ഇനി ഡ്യൂ ടു ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദി ഫ്ലക്സ് ആൻഡ് എഡ്ഡി കറണ്ട് ഡിഫ്ലക്ഷൻ ടോർക്ക്. ഈ എഡ്ഡി കറണ്ടും ഈ രണ്ട് ഫ്ലക്സും തമ്മിലുള്ള ഇൻട്രാക്ഷൻ വഴി അവിടെ ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, ഡിസ്കിൽ ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടാവും. ആ ഡിസ്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. ഈ ഡിസ്ക് മൂവ് ചെയ്യുമ്പോൾ തന്നെ അതിൽ ഉറപ്പിച്ച് ഈ സ്പിൻഡിലും മൂവ് ചെയ്യും. സ്പിൻഡിൽ മൂവ് ചെയ്യുമ്പോൾ ഈ പോയിൻ്റർ മൂവ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് റീഡിങ് കിട്ടുക. പിന്നെ കൺട്രോൾ സ്പ്രിംഗ് അറ്റാച്ച്ഡ് ദ ടു എൻഡ്സ് ഓഫ് സ്പിൻഡിൽ കൺട്രോൾ ദ ഡിഫ്ലക്ഷൻ കൺട്രോൾ ചെയ്യും. അപ്പോൾ കൺട്രോളിംഗ് ടോർക്ക് ഉണ്ടാക്കുന്നത് കൺട്രോളിംഗ് സ്പ്രിംഗ് ആണ്. പിന്നെ പോയിൻ്റർ എന്താണ്? നമുക്ക് പിന്നെ നേരിട്ട് കാണിച്ചിരുന്നു ഗ്രാജുവേറ്റ് സ്കെയിലിൽ എന്ത് ചെയ്യും? പവർ വാട്ടിൽ നേരിട്ട് നമുക്ക് ഈ പോയിൻ്റർ നോക്കിയിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. പിന്നെ ഇവിടെ ഷെയ്ഡഡ് റിങ് അല്ലേ? ഒരു ഷെയ്ഡിങ് റിങ് ഇവിടെയാണ് ഇതിൻ്റെ കൊടുത്തത്. ഇവിടെയാണെങ്കിൽ ഇവിടെ ഇതിലുണ്ട്. ഈ ഷെയ്ഡിങ് റിങ് എന്തിനാണെന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ എനർജി മീറ്ററിൽ വളരെ കൃത്യമായിട്ട് പറയും. ഇവിടെ ഒന്ന് സൂചിപ്പിക്കാം. ഷെയ്ഡഡ് റിങ് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ പ്രഷർ കോയിലിൽ അല്ലേ പ്രഷർ കോയിലിൽ മാഗ്നറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ഈ പ്രഷർ കോയിലിൽ മാഗ്നറ്റിലുള്ള ഈ ഷെയ്ഡിങ് റിങ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എന്തിനാണെന്ന് ചോദിച്ചാൽ എന്താണ്? ഈ റിസൾട്ടൻ്റ് ഇവിടെ ഉണ്ടാകുന്ന ഈ റിസൾട്ടൻ്റ് ഫ്ലക്സ് പിന്നെ അപ്ലൈഡ് വോൾട്ടേജുമായിട്ട് 90 ഡിഗ്രി ലാഗ് ചെയ്തിട്ടാണ് എപ്പോഴും ഉണ്ടാവേണ്ടത്. എങ്ങനെ? അപ്ലൈഡ് വോൾട്ടേജ് അല്ലേ? നമ്മൾ ചെയ്യുന്ന അപ്ലൈഡ് വോൾട്ടേജിനേക്കാൾ 90 ഡിഗ്രി ലാഗ് ചെയ്തുകൊണ്ടായിരിക്കണം നമുക്ക് എന്തുണ്ടാകുന്നത്? ഇതിലുണ്ടാണ് ഫ്ലക്സ് വരേണ്ടത്. അത് കിട്ടാനും വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഷെയ്ഡിങ് റിങ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് 90 ഡിഗ്രി ആക്കാം. ആ 90 ഡിഗ്രി ആക്കാനും വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഷെയ്ഡഡ് റിങ് നമ്മൾ കൊടുക്കുന്നത്. ഇനി മെത്തേഡ് ഓഫ് കണക്ഷൻ വാട്ട് മീറ്റർ സിംഗിൾ ഫേസ് സർക്യൂട്ടിൽ കണക്ഷൻ, വാട്ട് മീറ്ററിൻ്റെ കണക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്താണ്? രണ്ട് തരത്തിൽ നമുക്ക് വാട്ട് മീറ്റർ കണക്ട് ചെയ്യാം. ഒന്ന് ഈ രീതിയിലാണ്. എന്ന് പറഞ്ഞാൽ ലൈൻ വരുന്നിടത്ത് തന്നെ എന്ത് ചെയ്യാം? നമുക്ക് പ്രഷർ കോയിൽ കൊടുത്തിട്ട് പ്രഷർ കോയിലിൻ്റെ ഒരു എൻഡ്, അത് കോമൺ എന്ന് പറഞ്ഞിട്ടുള്ള എൻഡ് ഇവിടെ കൊടുത്തിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്താണ്? ഈ കറണ്ട് കോയിൽ കഴിഞ്ഞിട്ട് വരുന്നിടത്തല്ല, എന്താണ് ലൈൻ വരുന്നിടത്തല്ല, കറണ്ട് കോയിൽ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? പ്രഷർ കോയിൽ കണക്ട് ചെയ്തിട്ടും നമുക്ക് കണക്ട് ചെയ്യാം. ഇതിൻ്റെ രണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഈ വരുന്നിടത്ത് കണക്ട് ചെയ്യുന്നത് അല്ലേ? എന്താണ്? ഇൻ ദിസ് മെത്തേഡ് ദ കണക്ഷൻ പ്രഷർ കോയിൽ ഈസ് കണക്റ്റഡ് ഓൺ ദ സപ്ലൈ സൈഡ് ഓഫ് ദ കറണ്ട് കോയിൽ. കറണ്ട് കോയിലിൻ്റെ സപ്ലൈ സൈഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ പ്രഷർ കോയിൽ കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എറർ ഇൻ പവർ മെഷർമെൻറ്റ് ഈസ് ഡ്യൂ ടു ദി, ഇതിലൊരു എറർ ഉണ്ട്. ചെറിയ എറർ രണ്ട് കണക്ഷനിലാണെങ്കിലും ഉണ്ടാവും. ഇവിടെ ഉണ്ടാകുന്ന എറർ എന്ന് പറഞ്ഞത് എന്താണ്? അപ്ലൈഡ് ഇവിടെ വോൾട്ടേജ് അപ്ലൈഡ് ടു ദ വോൾട്ടേജ് കോയിൽ ഹയർ ദാൻ ദാറ്റ് ഓഫ് ദ ലോഡ് ഓൺ അക്കൗണ്ട് ഓഫ് ദ വോൾട്ടേജ് ഡ്രോപ്പ് ദ കറണ്ട് കോയിൽ. കറണ്ട് കോയിലുണ്ടാണ് വോൾട്ടേജ് ഡ്രോപ്പിനേക്കാൾ കൂടുതലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും ഈ പ്രഷർ കോയിലുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ വാട്ട് മീറ്റർ മെഷർ ദ ലോഡ് പവർ ഇൻ അഡീഷൻ ടു ദ പവർ ലോസ്റ്റ് ഇൻ ദി കറണ്ട് കോയിൽ. ഇത് വാട്ട് മീറ്റർ മെഷർ ചെയ്യുന്ന പിന്നെ പവർ എന്ന് പറയുന്നത് എന്താണ്? ഈ ലോഡ് കറണ്ടിന് പുറമെ ഈ ഇതിലുണ്ടാണ് കറണ്ട് കോയിലുള്ള പവറും കൂടി എടുത്തിട്ടുള്ള പിന്നെ പവറാണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് തന്നെ ഈ കണക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ലോഡ് കറണ്ട് കുറവുള്ള സ്ഥലത്ത് വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ ദ കറണ്ട് കോയിലുണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ മെത്തേഡ് നമ്മൾ എറർ വളരെ കുറവായിരിക്കും. ഇവിടെ വളരെ വോൾട്ടേജ് ഡ്രോപ്പ് കുറവാണെന്നുള്ളത് കൊണ്ട് എന്തായിരിക്കും? നമുക്ക് വാട്ട് മീറ്ററിൽ കിട്ടുന്ന എറർ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ലോഡ് കറണ്ട് കുറവാണെങ്കിൽ ഈ കണക്ഷനാണ് നമ്മൾ ഉപയോഗിക്കുക. ഇനി അടുത്ത കണക്ഷനാണെങ്കിൽ ഈ മെത്തേഡിൽ നമ്മൾ കറണ്ട് കോയിൽ കണക്ട് ചെയ്യുമ്പോൾ ഇതിലെന്താണ്? ദി കറണ്ട് കോയിൽ ക്യാരീസ് ദ സ്മാൾ കറണ്ട്. വോൾട്ടേജ് കോയിലിനേക്കാൾ വളരെ സ്മോൾ കറണ്ട് ആയിരിക്കും എന്ത് ചെയ്യുക? കറണ്ട് കോയിൽ ലോഡ് കറണ്ടിനേക്കാൾ എന്താണ്? വളരെ കുറഞ്ഞ കറണ്ടായിരിക്കും ലോഡ് കറണ്ടിലൂടെ പിന്നെ സ്മോൾ കറണ്ടായിരിക്കും ഒഴുകുക കറണ്ട് കോയിലൂടെ. അതുകൊണ്ട് തന്നെ പവർ മെഷറിൽ ഒരു എറർ എപ്പോഴും ഞാൻ പറഞ്ഞു ഇതിലും എറർ ഉണ്ടാവും. എന്നാൽ ഈ വാട്ട് മീറ്റർ മെഷറിൽ ലോഡ് പവർ ഇൻ അഡീഷൻ ടു ദി പവർ ലോസ് ഇൻ പ്രഷർ കോയിൽ. ഇങ്ങനെ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഈ ലോഡ് കറണ്ടിൻ്റെ കൂടെ ഈ പ്രഷർ കോയിൽ കറണ്ട് കൂടിയാണ്
ആഡ് ചെയ്ത് വരിക. നേരത്തത് എന്താണ്, കറണ്ട് കോയിലിൻ്റെ പിന്നെ കറണ്ട് കോയിലുണ്ടാണ് ലോസും പിന്നെ ലോഡ് കറണ്ടും കൂടി ആണ് നേരത്തേൽ വരിക. ഇവിടെ പ്രഷർ കോയിലുണ്ടാണ് ലോസും അതുപോലെ തന്നെ ഈ പിന്നെ ലോഡ് കറണ്ടും കൂടി കൂട്ടിയിട്ടുള്ളതാണ് ഇവിടെ വരിക. അതുകൊണ്ട് തന്നെ ലോഡ് കറണ്ട് കൂടുതൽ ലോഡ് കറണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഈ കണക്ഷനാണ് നമ്മൾ ഉപയോഗിക്കുക. ഇങ്ങനെ ഇവിടെ നിന്ന് എടുത്തിട്ടുള്ള കണക്ഷനാണ് നമ്മൾ ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ എററേ ഉണ്ടാവുള്ളൂ. ചെറിയ എറർ മാത്രമേ ഈ കണക്ഷനിൽ എന്താണ് ലോഡ് കൂടിയ ലോഡ് എന്നാൽ ലോഡ് കറണ്ട് കൂടുതലുണ്ടെങ്കിൽ ഈ കണക്ഷനാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ 3 ഫേസ് വാട്ട് മീറ്റർ ആണ് ഇനി പറയാനുള്ളത്. അതിൽ സിംഗിൾ ഫേസ് വാട്ട് മീറ്റർ വിൽ ബി 1 സെറ്റ് ഓഫ് പ്രഷർ ആൻഡ് കറണ്ട് കോയിൽ ഡ്രൈവിംഗ് സിംഗിൾ അലൂമിനിയം ഡിസ്ക്. സിംഗിൾ ഫേസ് വാട്ട് മീറ്റർ ഇപ്പോൾ നമ്മൾ കണ്ടു, ഒരു പ്രഷർ കോയിലും അതുപോലെ തന്നെ ഒരു കറണ്ട് കോയിലും ഉള്ളത്, പിന്നെ ഒരു സിംഗിൾ അലൂമിനിയം ഡിസ്കും ഉള്ളത്. എന്നാൽ 3 ഫേസ് വാട്ട് മീറ്ററിൽ 2 തരത്തിലുണ്ട്. ഒന്ന് 2 എലമെൻറ്റ് വാട്ട് മീറ്ററും ഉണ്ട്, 3 എലമെൻറ്റ് വാട്ട് മീറ്ററും ഉണ്ട്. 2 എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത് 2 എണ്ണം ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ 2 എലമെൻ്റ് ആണെങ്കിൽ 3 ഫേസ് വാട്ട് മീറ്റർ ദർ വിൽ ബി 2 സെറ്റ് ഓഫ് പ്രഷർ ആൻഡ് കറണ്ട് കോയിൽ. 2 സെറ്റ് പ്രഷർ കോയിലും 2 സെറ്റ് കറണ്ട് കോയിലും ഉള്ളതിനെയാണ് നമ്മൾ 2 എലമെൻ്റ് എന്ന് പറയുക. അപ്പോൾ 3 എലമെൻ്റ് ആണെങ്കിൽ 3 സെറ്റ് ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിൽ 2 തരത്തിലുള്ള കണക്ഷൻ ഉണ്ട്. ഇതിൽ എന്താണ് സിംഗിൾ അലൂമിനിയം ഡിസ്ക്. ഇവിടെ നോക്കാം, സിംഗിൾ അലൂമിനിയം ഡിസ്ക് ഉള്ളൂ. ഇതൊക്കെ 2 എണ്ണം ഉണ്ട്. സിംഗിൾ അലൂമിനിയം ഡിസ്കുള്ള ഒരു ടൈപ്പ് ഉണ്ട്. എന്നാൽ അടുത്ത ടൈപ്പ് അലൂമിനിയം ഡിസ്ക് 2 എണ്ണം ഉണ്ട്. ഒറ്റ എന്താണ് സെയിം ഷാഫ്റ്റിൽ കണക്ട് ചെയ്ത എന്താണ് 2 അലൂമിനിയം ഡിസ്കുള്ള കണക്ഷനും ഉണ്ട്. ഇതിൻ്റെ കണക്ഷൻ എന്താണ് 3 ഫേസ് ആണ്. ഇതിൽ L1 L2 L3 ഇത് 3 ഫേസ് 3 വയറിലാണ് 2 എലമെൻറ്റ് കണക്ട് ചെയ്യുക. അപ്പോൾ L1 എന്താണ് ഇങ്ങനെ സീരീസ് ആയിട്ട് എന്താണ് ഇത് കറണ്ട് കോയിലാണ്, അങ്ങനെ കണക്ട് ചെയ്യും. പ്രഷർ കോയിലിലേക്ക് ഈ കണക്ഷനും വരും, ഈ കണക്ഷനും വരും. 2 കണക്ഷനും എന്താണ് ന്യൂട്രും ഫേസും കണക്ഷനും എന്തിലേക്ക് വരും, പ്രഷർ കോയിലിലേക്ക് വരും. അത് രണ്ടിലും അങ്ങനെ തന്നെയാണ്. പ്രഷർ കോയിലിലേക്ക് ന്യൂട്രും ഫേസും വരും. മറ്റേതാണെങ്കിൽ ഫേസ് മാത്രം അത് സീരീസ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ 2 എലമെൻറ്റും ഉണ്ട്, 3 എലമെൻറ്റ്. ഇനി നോക്കുക, 3 എലമെൻ്റ് ആണെങ്കിൽ 3 എന്തായിരിക്കും പിന്നെ പ്രഷർ കോയിലും കറണ്ട് കോയിലും സെറ്റ് 1 2 3 സെറ്റ് കറണ്ട് കോയിലും 3 സെറ്റ് പ്രഷർ കോയിലും ഉണ്ടായിരിക്കും. ഇതിൽ L1 L2 L3 ആൻഡ് ന്യൂട്രും കൊടുക്കാനുള്ള സംവിധാനം 3 എലമെൻറ്റിലാണെങ്കിൽ ന്യൂട്രും കൂടി കൊടുക്കുന്ന രീതിയിലായിരിക്കും 3 എലമെൻറ്റിൽ L1 L2 ആൻഡ് L3. ഞാൻ നേരത്തെ പറഞ്ഞു, കറണ്ട് കോയിലാണെങ്കിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. പ്രഷർ കോയിലാണെങ്കിൽ 2 പിന്നെ ഇതിലാണെങ്കിൽ എന്താണ് ന്യൂട്രലും ഒരു ലൈനും ഇടക്ക്, മറ്റേലാണെങ്കിൽ 2 ലൈനുകൾക്കിടക്കായിരിക്കും പ്രഷർ കോയിൽ കണക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഇതും 2 തരത്തിലുണ്ട്. ഒന്ന് ഒരു ഡിസ്ക്, ഒറ്റ ഡിസ്കും 3 എലമെൻ്റ് ഉള്ളതാണ്. അല്ലെങ്കിൽ 3 ഡിസ്ക്, 1 2 3 ഡിസ്ക്, ഒറ്റ സ്പിൻഡിൽ 3 ഡിസ്കുള്ള ടൈപ്പും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ എന്താണ് 3 എലമെൻറ്റും 2 എലമെൻറ്റും വാട്ട് മീറ്ററാണ് 3 ഫേസിലുള്ളത്. അതിൽ പ്രിൻസിപ്പിൾ ആൻഡ് വർക്കിംഗ് ഓഫ് ഇൻഡക്ഷൻ ടൈപ്പ് വാട്ട് മീറ്റർ ആർ സിമിലർ ടു ദി ഇൻഡക്ഷൻ ടൈപ്പ് ഓഫ് എനർജി മീറ്റർ. നമ്മൾ എനർജി മീറ്ററിൻ്റെ അടുത്ത ക്ലാസ്സിൽ പറയുന്നുണ്ട് വളരെ വിശദമായിട്ട്. അപ്പോൾ ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്ററിൻ്റെ അതേ പിന്നെ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇൻഡക്ഷൻ ടൈപ്പ് വാട്ട് മീറ്ററിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, കൺസ്ട്രക്ഷനിലുള്ള എനർജി മീറ്ററും വാട്ട് മീറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, വാട്ട് മീറ്ററിൽ സ്പിൻഡിൽ ഓഫ് ദ വാട്ട് മീറ്റർ സ്പ്രിംഗ് കൺട്രോൾഡ് ആണ്. എന്നാൽ മറ്റേലാണെങ്കിൽ എന്താണ് ട്രെയിൻ ഗിയർ ഉപയോഗിച്ചാണ് ഇതിൻ്റെ കൺട്രോൾ വരുന്നത് എന്നുള്ളതാണ് മാറ്റം. ഇനി എന്താണ് ഈ എലമെൻറ്റ് നമ്മൾ 3 എലമെൻറ്റും 2 എലമെൻറ്റും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതിലെന്താണ് പ്രൊവൈഡ് ദി കണക്ഷൻ ഡയഗ്രാം ഓഫ് 3 ഫേസ് വാട്ട് മീറ്ററിൻ്റെ കണക്ഷൻ ഡയഗ്രാമാണ് ഇവിടെ പറയുന്നത്. ഇത് 2 എലമെൻറ്റ് 3 വയർ ടൈപ്പ്, 3 വയറുള്ള L1 L2 L3 എന്നുള്ള 3 വയറുള്ള 2 എലമെൻറ്റിൻ്റെ കണക്ഷനാണ്. ഇത് ഉപയോഗിക്കൽ ബാലൻസ്ഡ് ആൻഡ് അൺബാലൻസ്ഡ് ലോഡിലും ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ബാലൻസ്ഡ് ലോഡിലും അൺബാലൻസ്ഡ് ലോഡിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. 2 എലമെൻറ്റ് 3 വയർ ടൈപ്പ്. ഇവിടെ നോക്കുക, L1 ഇതാണ് ഇത് ഇങ്ങനെയുള്ള ഈ ലൈനിൽ കൊടുത്തതാണ് ഇത് കറണ്ട് കോയിൽ. ഇങ്ങനെ കൊടുത്താൽ പ്രഷർ കോയിലുമാണ്. ഇങ്ങനെ കൊടുക്കുന്നത് പ്രഷർ കോയിലാണ്. അപ്പോൾ നോക്കുക, L1 കൊടുത്തു, എന്താണ് കറണ്ട് കോയിൽ ഇങ്ങനെ കൊടുത്തു, എന്നിട്ട് അത് സീരീസ് ആയിട്ട് ലോഡിലേക്ക് പോകും. എന്നാൽ പ്രഷർ കോയിൽ നോക്കുക, ഇതിൽ നിന്നും ഒരു കണക്ഷൻ പ്രഷർ കോയിലിലേക്ക് കൊടുക്കും. അതിൻ്റെ മറ്റേ എൻഡ് എന്താണ് ഇങ്ങനെ പോയിട്ട് ന്യൂട്രൽ അല്ലെങ്കിൽ അടുത്ത ഒന്നുകിൽ ന്യൂട്രലിലേക്ക്, പിന്നെ 4 വയറുണ്ടെങ്കിൽ ന്യൂട്രലിലേക്ക്, അല്ലെങ്കിൽ അടുത്ത ഫേസിലേക്കായിരിക്കും കൊടുത്തു. ഇനി രണ്ടാമത്തെ ഫേസ് വന്നു, അത് ഇതിലേക്ക് കൊടുത്തു. എന്താണ് ഒന്നാമത്തെ ഫേസിൽ അല്ലേ, രണ്ടാമത്തെ ഫേസിലേക്കായിരിക്കും കൊടുത്തത്. അങ്ങനെ
ഉള്ള കണക്ഷനാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ 3 എലമെൻറ്റ് 3 വയർ, 3 എലമെൻറ്റ് 3 വയറും ഉണ്ട്. പിന്നെ 3 എലമെൻറ്റിൽ തന്നെ 4 വയറും ഉണ്ട്. 3 എലമെൻറ്റ് 4ൻ്റെ കണക്ഷനാണിത്. അത് ബാലൻസ്ഡ് ലോഡിലാണ് ഈ 3 എലമെൻറ്റ് 3 വയർ ടൈപ്പ് ഉപയോഗിക്കുക. എന്നാൽ അൺബാലൻസ്ഡ് ലോഡാണെങ്കിൽ 3 എലമെൻറ്റ് 4 വയർ ടൈപ്പ്, 4 വയർ എന്ന് പറഞ്ഞാൽ ന്യൂട്രൺ കൂടി കൊടുത്തിട്ടുള്ളതാണ്, 4 വയർ ടൈപ്പ് ആയിരിക്കും ഉപയോഗിക്കുക. ഇതിൻ്റെ കണക്ഷൻ ഡയഗ്രം നോക്കി മനസ്സിലാക്കുക. ഇനി കമ്പയർ ബിറ്റ്വീൻ അനലോഗ് ആൻഡ് ഡിജിറ്റൽ വാട്ട് മീറ്റർ. അനലോഗ് വാട്ട് മീറ്ററും ഡിജിറ്റൽ വാട്ട് മീറ്ററിലുള്ള കമ്പാരിസൺ. അനലോഗ് വാട്ട് മീറ്റർ ആണെങ്കിൽ എന്താണ്, ഡ്യൂ ടു ദി മൂവിങ് പാർട്സ് ദർ ആർ ലോസസ് ആൻഡ് ബിയറിങ്സ്. ഇതിൽ എന്താണ് മൂവിങ് പാർട്സ് ഉണ്ട്, അതുപോലെ തന്നെ ലോസ്, അതുകൊണ്ട് തന്നെ ലോസ് കൂടുതലായിരിക്കും. ഇവിടെ ഡിജിറ്റൽ വാട്ട് മീറ്റർ ആണെങ്കിൽ മൂവിങ് പാർട്സ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ഫ്രിക്ഷൻ ആൻഡ് മെക്കാനിക്കൽ ലോസസ് ഉണ്ടാവില്ല, റെഡ്യൂസ് ചെയ്യും. പിന്നെ ആക്യുറസി ഈസ് ലെസ് കമ്പയർഡ് ടു ദ ഡിജിറ്റൽ വാട്ട് മീറ്ററിൻ്റെ ആക്യുറസിൻ്റെ അത്ര ആക്യുറസി അനലോഗ് വാട്ട് മീറ്ററിനില്ല, എന്നാൽ ആക്യുറസി കൂടുതലാണ് ഡിജിറ്റൽ വാട്ട് മീറ്ററിന്. പിന്നെ എറർ മേ ടേക്ക് പ്ലേസ് അറ്റ് ദ ടൈം ഓഫ് റീഡിങ് ഡ്യൂ ടു ദി നോൺ ലീനിയാരിറ്റി. ഇതിൽ എറർ നമുക്ക് റീഡിങ് എടുക്കുമ്പോൾ എറർ വരാനുള്ള സാധ്യത ഉണ്ട്, എന്നാൽ ഡിജിറ്റൽ വാട്ട് മീറ്ററിൽ എറർ റീഡിങ് എടുക്കുമ്പോഴുള്ള എറർ അത്ര തന്നെ വരില്ല. അപ്പോൾ അതിന് ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എനി ഓക്സിലറി സപ്ലൈ. ഇതിൽ ആ ഓക്സിലറി സപ്ലൈൻ്റെ ആവശ്യമൊന്നും അനലോഗ് വാട്ട് മീറ്ററിൽ ഇല്ല, എന്നാൽ ഡിജിറ്റൽ വാട്ട് മീറ്ററിൽ നമുക്കൊരു DC ഓക്സിലറി സപ്ലൈ ആവശ്യമാണ്. മോർ റിലയബിൾ ആസ് നോ കോംപ്ലിക്കേഷൻ ഇൻ ഡിസൈൻ ആൻഡ് അവോയ്ഡൻസ് ഓഫ് ഇലക്ട്രിക്കൽ കമ്പോണൻറ്റ്. ഇവിടെ ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റ് കൊടുത്തിട്ടാണ് ഡിജിറ്റൽ വാട്ട് മീറ്റർ, ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ കോംപ്ലിക്കേഷൻ കുറവാണ്. എന്നാൽ ഡിജിറ്റൽ വാട്ട് മീറ്ററിൽ കോംപ്ലിക്കേറ്റഡ് ആണ്. അത് അനലോഗ് വാട്ട് മീറ്ററിനെ അപേക്ഷിച്ച് എന്താണ് കോംപ്ലിക്കേറ്റഡ് ആണ്. അതിൽ ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റും ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ. പിന്നെ നോ എഫക്റ്റ് ഓഫ് സപ്ലൈ ട്രാൻസിൻ്റ് ഓൺ പെർഫോമൻസ് ഓഫ് മീറ്റർ. സപ്ലൈക്കുണ്ടാണ് വ്യതിയാനം പെർഫോമൻസ് മീറ്ററിൽ അവയെ പിന്നെ അഫക്റ്റ് ചെയ്യില്ല, അതിൻ്റെ ട്രാൻസിൻ്റെ അഫക്റ്റ് ചെയ്യില്ല. എന്നാൽ സപ്ലൈ ട്രാൻസിൻ്റെ എവിടെ അഫക്റ്റ് ചെയ്യും, ഡിജിറ്റൽ വാട്ട് മീറ്ററിൽ അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ മോർ സൂട്ടബിൾ ടു വൈബ്രേഷൻ ആൻഡ് ടെമ്പറേച്ചർ വേരിയേഷൻസ്. ടെമ്പറേച്ചർ വേരിയേഷനും വൈബ്രേഷനും ഉള്ള സ്ഥലത്ത് കൂടുതലായിട്ടും അനലോഗ് വാട്ട് മീറ്ററാണ് ഉപയോഗിക്കുക. എന്നാൽ കൺസിഡറബിൾ എഫക്റ്റ് ഓഫ് വൈബ്രേഷൻ ആൻഡ് ടെമ്പറേച്ചർ ഓൺ പെർഫോമൻസ് ഓഫ് ഇലക്ട്രിക് കമ്പോണൻറ്റ്. ഇലക്ട്രോണിക് കമ്പോണൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ടെമ്പറേച്ചറും അതുപോലെ തന്നെ വൈബ്രേഷനും ഇതിനെ ഡിജിറ്റൽ വാട്ട് മീറ്ററിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ, ഒന്നാമത്തത് ഡയറക്റ്റായിട്ട് പവർ മെഷർ ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ്, അതുപോലെ തന്നെ സിംഗിൾ ഫേസ് വാട്ട് മീറ്ററിൻ്റെ ടൈപ്പുകൾ, 3 ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ 2 നമ്മൾ വളരെ വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സ്പ്ലെയിൻ ദി കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓൺ ഇൻഡക്ഷൻ ടൈപ്പ് സിംഗിൾ ഫേസ് വാട്ട് മീറ്റർ. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ ടൈപ്പ് വാട്ട് മീറ്ററിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് പറഞ്ഞു. പിന്നെ ഡൈനാമോമീറ്റർ ടൈപ്പ് കഴിഞ്ഞ 2ാമത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞതാണ്. പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ടൈപ്പ് നമ്മൾ അത്ര ഉപയോഗിക്കാത്തതുകൊണ്ട് അത് പറഞ്ഞിട്ടില്ല. പിന്നെ ഡിസ്ക്രൈബ് ദ വാരിയസ് ടൈപ്പ് ഓഫ് 3 ഫേസ് വാട്ട് മീറ്റർ. 3 ഫേസ് വാട്ട് മീറ്ററിൻ്റെ വാരിയസ് ടൈപ്പും അതിൻ്റെ കണക്ഷനും നമ്മൾ പറഞ്ഞു. എന്താണ് 2 എലമെൻറ്റും 3 എലമെൻറ്റും. അങ്ങനെ 2 എലമെൻറ്റ് 3 വയർ ടൈപ്പാണ്. അത് ബാലൻസ്ഡ് ലോഡിലും അൺബാലൻസ്ഡ് ലോഡിലും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ 3 എലമെൻറ്റ് 3 ഫേസ് അല്ല 3 വയർ, 3 എലമെൻറ്റിൽ 3 വയർ ഉള്ളവർ നമ്മൾ ബാലൻസ്ഡ് ലോഡിലാണ് ഉപയോഗിക്കുക. 3 എലമെൻറ്റ് 4 വയർ ആണെങ്കിൽ അൺബാലൻസ്ഡ് ലോഡിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തു. അടുത്ത ക്ലാസ് നമ്മൾ എനർജി മീറ്റർ ആണ് ചർച്ച ചെയ്യുക. ഇന്നത്തെ ക്ലാസ് എല്ലാവരും കണ്ട് മനസ്സിലാക്കി പഠിക്കുക. വാട്ട് മീറ്ററിൻ്റെ കണക്ഷനൊക്കെ നമ്മൾ AC സർക്യൂട്ടിൽ തന്നെ പഠിച്ചതാണ്, എന്നാലും ഒന്നും കൂടി മനസ്സിലാക്കി പഠിക്കുക. എല്ലാവർക്കും നന്ദി.